IPL സീസണിലാണ് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് നിയമിച്ചത്. 5 തവണ ടീമിനെ IPL കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മയെ മാറ്റിയായിരുന്നു മുംബൈ ഹാർദിക്കിനെ നായകനാക്കിയത്. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ച ആദ്യ സീസണിൽ ദയനീയമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ കളി. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത്. അടുത്ത സീസണിൽ മികച്ച തിരിച്ചുവരവാണ് ടീമിന്റെ ലക്ഷ്യം. എന്നാൽ 2025 സീസണിലെ ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഉണ്ടാവില്ല. കഴിഞ്ഞ സീസണിലെ അവസാന കളിക്ക് ശേഷം ലഭിച്ച ഒരു മത്സര വിലക്കാണ് കാരണം. 2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ അവസാന മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നു. മുംബൈ പരാജയപ്പെട്ട ഈ കളിക്ക് ശേഷം ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് ഹർദിക്കിന് പണി കിട്ടുകയായിരുന്നു. 2024 സീസണിൽ അത് 3-ാം തവണയായിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയത്. ഇതാണ് വിലക്കിന് കാരണമായത്. ഒരു ടീം ഒരു സീസണിൽ ആദ്യ തവണ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുമ്പോൾ ടീമിന്റെ ക്യാപ്റ്റന് 12 ലക്ഷം രൂപയാണ് പിഴ. 2-ാം തവണയും ഇത് ആവർത്തിച്ചാൽ ക്യാപ്റ്റന്റെ പിഴത്തുക 24 ലക്ഷമായി ഉയരും. 3-ാം തവണ വരുത്തുന്ന വീഴ്ചയ്ക്ക് 30 ലക്ഷം രൂപ പിഴയ്ക്ക് പുറമെ ഒരു കളിയിൽ നിന്ന് ക്യാപ്റ്റന് വിലക്കും ലഭിക്കും. ഇതാണ് ഹർദിക്കിന് തിരിച്ചടിയായത്. ഹർദിക്ക് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവിന് ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ലഭിക്കാനാണ് സാധ്യത. നിലവിൽ മെഗാ ലേലത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുംബൈ ഇന്ത്യൻസും ഉള്ളത്. ഈ മാസം 24-25 തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് താരലേലം നടക്കുന്നത്. മെഗാ ലേലത്തിന് മുന്നോടിയായി 5 കളിക്കാരെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിലനിർത്തിയത്. ബുംറയാണ് നിലനിർത്തിയവരിൽ വിലയേറിയ താരം. 18 കോടി രൂപയ്ക്കാണ് ബുംറയെ മുംബൈ റിട്ടേൺ ചെയ്തത്. സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ എന്നിവരെ 16.3 കോടി രൂപയ്ക്ക് നിലനിർത്തിയ മുംബൈ തിലക് വർമ്മയെ റിട്ടേൺ ചെയ്യാൻ 8 കോടി രൂപ നൽകി. IPL മെഗാലയത്തിനെത്തുമ്പോൾ 45 കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സ് ബാലൻസ്. ഒപ്പം ഒരു RTM ഓപ്ഷനും ഉണ്ട്. പേഴ്സ് ബാലൻസ് കുറവായതുകൊണ്ട് തന്നെ മെഗാലയത്തിന്റെ തുടക്കഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സജീവമായ ഇടപെടലുണ്ടാകാൻ സാധ്യതയില്ല. യുസ്വേന്ദ്ര ചഹലിനായി ലേലം വിളിക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളായി സ്പിൻ ബോളിംഗ് മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന തലവേദനയാണ്. ചെറിയ തുകയ്ക്ക് ചഹലിനെ വാങ്ങാനായാൽ മുംബൈക്ക് അത് ലോട്ടറിയാകും. ചഹലിനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിൽ പരാജയപ്പെട്ടാൽ വിദേശ സ്പിന്നർമാരായ ആദം സാംബ, ബനിന്ദു ഹസരംഗ, ആദിൽ റഷീദ് എന്നിവരെ മുംബൈ നോട്ടമിടാൻ സാധ്യതയുണ്ട്. മികച്ച വിദേശ പേസർമാരെ എല്ലാ മെഗാലേലത്തിലും മുംബൈ നോട്ടം വെക്കാറുമുണ്ട്. 2022 കളിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും വൻതുകയ്ക്ക് ജോഫ്ര ആർച്ചറെ സ്വന്തമാക്കിയതിൽ നിന്ന് ഇത് വ്യക്തമാണ്. നിലവിൽ ജസ്പ്രീത് ബുംറയാണ് മുംബൈയുടെ പേസ് നിരയെ നയിക്കുന്നത്. ബുംറയ്ക്ക് കൂട്ടായി കഗീസോ റബാദ, മിച്ചൽ സ്റ്റാർക്ക്, ജെറാഡ് കോട്സിയ എന്നിവരിൽ ഒരാളെ മുംബൈ നോട്ടമിട്ടേക്കും. എന്നാൽ ഈ 3 കളിക്കാർക്കും മെഗാലേലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നതും.